പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അനാമികയ്ക്ക് ഇടേണ്ട താലിമാല പൂജിക്കാനായിട്ട് നയനയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ അത് നോക്കുന്ന സമയത്താണ് നയന അവിടേക്ക് വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയും, ഇതാ പൂജാരി വന്നല്ലോ എന്ന്. അപ്പോൾ പൂജാരി ഒന്ന് നയന ചോദിക്കുന്ന സമയത്ത് ആ മോളല്ലേ ഇപ്പോൾ ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയട്ടോ. എന്നിട്ട് ആ മാല കാണിച്ചു കൊടുത്തിട്ട് നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ മാല ഏതാണെന്ന് മോൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പോൾ നയന പിടിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാൻ ഡിസൈൻ ചെയ്ത മാലയല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലായില്ല, ഞാനും ഇതുപോലൊരു മാല അനാമികയുടെ കഴുത്തിൽ അനിയിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചതാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നമ്മളൊക്കെ എപ്പോഴും ദൈവത്തിനെ വിളിക്കുന്നതല്ലേ, അപ്പോൾ മറ്റൊരാൾ ചിന്തിക്കുന്നത് അത് മറ്റൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതിനാണ് ടെലിപ്പതി എന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്ട്. എന്തായാലും മോളത് പൂജമുറിയിൽ കൊണ്ടുപോയി പൂജിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സംസാരമെല്ലാം ജലജ അവിടെ മാറി നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നയന അങ്ങ് പോകുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം മാല കൊണ്ട് പൂജിക്കാൻ പോകുന്നതും മോള് ഇങ്ങനെ മോടി പിടിപ്പിച്ച വിഘ്നേശ്വരൻ്റെ മുന്നിലല്ലേ, നമ്മൾ ആദ്യമായിട്ട് മോളെ കണ്ടതും അങ്ങനെ ആ വിഘ്നേശ്വരനെ മോടി പിടിപ്പിച്ചുകൊണ്ട് വന്നപ്പോഴല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശിൻ്റെയും നയനയുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ നമുക്ക് മോളെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന ദൈവങ്ങളും ഒക്കെ അങ്ങനെ ഒരു നാടകം കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജയ്ക്ക് അതൊന്നും അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ചെയ്യുന്നില്ല. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും സങ്കടം പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യമാണ് നയനമോൾ. നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഈ അടുത്തൊന്നും ഇതുപോലെ മനസ്സുള്ള ഒരാൾ വന്നിട്ടുണ്ടാവില്ല മരുമകളായിട്ട് എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ദേവയാനി നയനെ മനസ്സിലാക്കാത്തതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നയന പൂജാമുറിയിൽ കൊണ്ടുവച്ച് മാല പൂജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ജലജ അവിടേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു കേട്ടോ. പൂജിച്ചൊക്കെ കഴിഞ്ഞ് ആ ബോക്സൊക്കെ അടച്ചിട്ടാണ് നയന അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ജലജയാണെങ്കിലും ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ തന്നെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നയന നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അനാമികയോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, അപ്പോൾ എന്തായാലും അതൊക്കെ മാറിയിട്ട് അവരുടെ ജീവിതം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ബോക്സൊക്കെ അടച്ച് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ജലജ പെട്ടെന്ന് തന്നെ പൂജാമുറിയിൽ കയറുന്നുണ്ട്. നയന പോകുന്ന സമയത്ത് ജലജയാണെങ്കിലും ആ ബോക്സിൽ നിന്ന് ആ മാല എടുത്തിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇതൊരു 10-20 പവൻ കാണും, ഇത്രയും വലിയ മാലയൊന്നും ആദർശും അഭിയൊന്നും അവൾമാർക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആ മാല എടുത്തിട്ട് ഇങ്ങനെ കനകേനെ കളിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു. ഓരോ ഇങ്ങനെ പാഴുക്കൾ ഇങ്ങനെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്, അപ്പോൾ അവരെന്തായാലും പുറത്താക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തിട്ട് ജലജ മാല എടുത്തുകൊണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിൽ ചെന്നിട്ട് കനകയുടെ ബാഗൊക്കെ എടുത്തിട്ട് അതിൽ ആ മാല വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അമ്മയ്ക്ക് മാത്രമല്ല മക്കൾക്കും അങ്ങനെ പങ്കുണ്ടെന്ന് ഞാൻ സ്ഥാപിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് മാല അതിൽ വെക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് അനാമിക അനിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്കിടാനുള്ള താലിമാല പൂജാമുറിയിൽ വെച്ച് പൂജിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മാല എൻ്റെ കഴുത്തിലിടുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അനാമികയാണെങ്കിലും മുത്തശ്ശിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, എന്ത് നല്ല മുത്തശ്ശനും മുത്തശ്ശിയാടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നൊക്കെ അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്താണ് നന്ദും ഫ്രണ്ട്സും കൂടെ അവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അനാമികയാണ് കേട്ടോ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അനാമികയ്ക്ക് വലിയ ഇഷ്ടമാവൊന്നും ചെയ്യുന്നില്ല. നമ്മളെപ്പോൾ വന്നാലും അങ്ങനെ തേടി പിടിച്ച് ഇവിടെ തന്നെ വന്നോളും, നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ ഒരു വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ മുന്നിൽ നിന്നും വന്ന് പെട്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് തന്നെ അനിയനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ ആയപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മാക്സിമം അടിച്ചു പൊളിക്കുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമിക പറയും, അനിയാണൊന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചതെന്ന് പറയും. അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ അനിയനൊന്ന് ഫിറ്റാക്കി കൊണ്ടുവരികയായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് കല്യാണമൊക്കെ ആയതെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ആയിക്കോട്ടെ എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദുവിൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരുമായിരുന്നു നല്ല ജോഡി എന്ന് പറയുമ്പോൾ നന്ദുവിന് അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ. ഇനി ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമില്ല എന്ന് ഇങ്ങനെ നന്ദുവും പറയുകയാണ് കേട്ടോ. പിന്നീട് അനിയനെ കല്യാണത്തിൻ്റെ അന്ന് ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, അവരൊക്കെ ഭയങ്കര പണക്കാരല്ലേ, അപ്പോൾ അവർക്ക് നല്ല ബ്യൂട്ടീഷ്യനൊക്കെ ഉണ്ടാവും, ഒരുക്കാൻ അവരെ ഒരുക്കിക്കോളും എന്നൊക്കെ പറയുന്ന സമയത്ത് എന്നാലും അനി നമ്മളാണ് ഒരുക്കേണ്ടതെന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അനിയാണെങ്കിൽ ഇങ്ങനെ നന്ദുവിനെ നോക്കുന്ന സമയത്ത് അനാമികയ്ക്ക് ഇഷ്ടാവുന്നില്ല. അനാമിക പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കുന്നത്, നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൾ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, അവൾക്കായിരിക്കും ചിലപ്പോൾ നീ ഫ്രണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനിയും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇങ്ങനെ നല്ലതിനായിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അനാമികയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാവുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ.
പിന്നീട് നയന പൂജാമുറിയിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം മാല എടുക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ മാല എടുത്ത് നോക്കുന്ന സമയത്ത് മാല ബോക്സിൽ കാണാനുണ്ടാവില്ല. അപ്പോൾ നയനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നയന പറയുന്നുണ്ട് മാല കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിയാണെങ്കിലും ദേഷ്യപ്പെടുകയാണ്. അമ്മയോട് ആരാ മാല ഇവളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞേ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അനിയുടെ കല്യാണമല്ലേ, അപ്പോൾ ജാനകിയുടെ കയ്യിലല്ലേ അത് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോളല്ലേ ഇപ്പോൾ ഇവിടുത്തെ പൂജകളെല്ലാം ചെയ്യുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. നയനയുടെ കയ്യിൽ മാല കൊടുത്തതിൻ്റെ ദേഷ്യത്തിൽ. മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോള് സങ്കടപ്പെടുന്നു വേണ്ട, എന്തായാലും മോൾ അത് എടുക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ദൈവങ്ങൾക്കും അറിയാം. പിന്നെ മോളെ ഇഷ്ടമില്ലാത്തവരിങ്ങനെ മോളുടെ മേലിൽ ഇങ്ങനെ പഴി ചാരാനൊക്കെ നോക്കും, അതുകൊണ്ട് മോള് സങ്കടപ്പെടുന്നു വേണ്ട എന്നൊക്കെ പറയണ, സമാധാനമായിട്ട് ഒന്നുകൂടെ നോക്കാനൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് നയന വീണ്ടും അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ദേവേനെ നേരെ ആദർശിൻ്റെ അടുത്തേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അനാമികയ്ക്ക് ഇടാനുള്ള മാല കാണാനില്ല എന്നൊക്കെ ആദർശിനോട് പറയുകയാണ്. അപ്പോൾ അതെവിടെ പോയി, നയന അത് പൂജമുറിയിൽ വെച്ച് പൂജിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അബിയും ജലജയും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ കനകയും നവിയും ഒക്കെ എല്ലാവരും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജലജ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി ഏട്ടത്തിന്. അപ്പം അനാമികയ്ക്ക് ഇടാനുള്ള മാല കാണാനില്ല എന്ന് പറയുമ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും, ഈ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നീട് നൈനിയൊക്കെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെയും കാണാനില്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും നൈനിയോടാണെങ്കിലും ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ അത് പൂജാമുറിയിൽ കൊണ്ട് പൂജിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് എവിടെ പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജയാണെങ്കിലും ഇങ്ങനെ കനകയുടെ പേരിലേക്ക് ഇടാനാണല്ലോ നോക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഓരോ സംസാരങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആരും ഒന്നും അറിയാതെ ഇങ്ങനെ ആരും വിമർശിക്കുകയൊന്നും വേണ്ട, നിന്റെ സംസാരം കേട്ടാൽ നിനക്ക് ആളറിഞ്ഞ പോലെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അന്ന് ആറ്റിങ്ങൽ ബ്രാഞ്ചിൽ ഇതുപോലെ ഒരു മോഷണം മാല ഇങ്ങനെ മോഷണം പോയപ്പോൾ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ആകെ സങ്കടത്തിലായി. അപ്പോൾ ഞാൻ അതിങ്ങനെ പോലീസിലെ അറിയിക്കാതെ ഞാൻ തന്നെ CCTV ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് നിന്റെ മോനാണ് എടുത്തത് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന സമയത്താണെങ്കിലും ചലിച്ച് പറയുന്നുണ്ടായിരുന്നു അത് പിന്നെ അവൻ എടുത്തത് പറയാൻ മറന്ന് പോയതല്ലേ, അവനായിരുന്നല്ലോ ആ ബ്രാഞ്ച് നോക്കിയിരുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദൃശ്യം പറയും അന്ന് മുതലാണല്ലോ അവൻ്റെ മേൽനോട്ട് അവസാനിച്ചതെന്നും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ജലജയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കനകേനെ കളിയാക്കാൻ കിട്ടിയ അവസരമാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അബിക്കാണെങ്കിലും മനസ്സിലാവുന്നുണ്ടായിരുന്നു അമ്മ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് എന്തായാലും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെയൊക്കെ നയനയോട് പൂജാമുറിയിൽ കയറിയിട്ട് നോക്കാനായിട്ട് പറയാണ്. അപ്പോൾ വീണ്ടും നയന വന്നിട്ട് അവിടേക്ക് തിരയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെയൊന്നും മല കാണാനില്ല. നയന വീണ്ടും നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ജലജയാണെങ്കിൽ വീണ്ടും ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വീട്ടിനുള്ളിലേക്ക് പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല, അതുകൊണ്ട് വീട്ടിലുള്ളവർ തന്നെയായിരിക്കും അതെടുത്തിട്ടുണ്ടാവുക, സ്വർണത്തിനോട് ആർത്തിയുള്ളവർ പലരും ഈ വീട്ടിലുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ജലജ ഇടയ്ക്ക് ഇങ്ങനെ കുത്തി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നയന അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെയൊന്നും കാണാനില്ല മാല എന്ന് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ ജലജയാണെങ്കിലും പറയും ഈ കല്യാണം നിശ്ചയിച്ചത് തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണല്ലോ തുടക്കം മുതലേ, അതിങ്ങനെ വീട്ടിലിങ്ങനെ പുറത്തുനിന്ന് പലരും കയറിയതിന് ശേഷമാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ മുത്തശ്ശന് അത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ജലജനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ദേവയാനി പറയുന്നുണ്ടായിരുന്നു കാണാതെ പോയിരിക്കുന്നത് 1-2 പവനൊന്നും അല്ലല്ലോ, 10 പവനെങ്കിലും കാണില്ല ആ മാല എന്നിങ്ങനെ പറയാണ്. എന്തായാലും പിന്നീട് മുത്തശ്ശൻ എല്ലായിടത്തും നോക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആദർശിനോട് ഇങ്ങനെ പുറത്തെ CCTV ചെക്ക് ചെയ്യാനായിട്ട് പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങനെ കയറിയിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അതും കൂടെ നോക്കാനായിട്ട് പറഞ്ഞിട്ട് മുത്തശ്ശിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നയനയും കനകയും നവി എല്ലാവരും ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് ആദർശാണെങ്കിലും CCTV ചെക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് ആരും കയറിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്, ആരും വന്നതായിട്ട് കാണുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഈ കല്യാണം വേണ്ടാന്ന് വെക്കണോ എന്നാണോ എന്നൊക്കെ ഇങ്ങനെ, അതുകൊണ്ട് നീയാണോ മാല എടുത്ത് മാറ്റി വെച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ഏട്ടൻ നീ പറയുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്തായാലും ഇനിയിപ്പോൾ ആ മാല കിട്ടിയില്ലെങ്കിലും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ വേണ്ടി വരുന്നു. പിന്നീട് അനി അതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു അപ്പച്ചിയാണെങ്കിൽ ഇങ്ങനെ ഏട്ടത്തീനെ അവരുടെ അമ്മേനെയൊക്കെ ഇങ്ങനെ പഴി ചാരാനാണ് നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ
ആദർശ് പറയുന്നുണ്ടായിരുന്നു നൈനി അവളുടെ അമ്മയൊന്നും ഒരിക്കലും അത് എടുക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അനിയും പറയുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പച്ചീനെ തന്നെയാണ് സംശയം, അപ്പച്ചീനെ അഭിനയം തന്നെയാണ് സംശയം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മാല കിട്ടിയിട്ടില്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജനെയാണ് കാണിക്കുന്നത്. ജലജയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. കനകയുടെ ബാഗിലാണല്ലോ മാല കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ജലജ നിൽക്കുന്നത്. എന്തായാലും ജലജനെയും കനകനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.